എൻ്റെ മക്കളെ ഒന്ന് കിട്ടി. ഒന്നിന് കാര്യമുണ്ട്, പൊരിച്ചാൾ കിട്ടി. ഹലോ ഗായ്സ്, സൺഡേ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന കേട്ടോ. മീൻ പിടിക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഇവിടെ ചൂണ്ടിടാൻ പോലും സ്ഥലമില്ല, ഭയങ്കര തിരക്കാണ്. ഏതായാലും ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ നമ്മളെ ചൂണ്ട ഇട്ട് നോക്കാം. ഇന്നിപ്പോൾ പൊരിക്കാനും കറി വെക്കാനൊക്കെ വേണം കരുതി പോകുന്നതാണ്. നല്ലൊരു അടിപൊളി ബോട്ട് വരുന്നുണ്ട്. അതിൻ്റെ വരവല്ലേ, ഒരു ഹെലികോപ്റ്ററാണ് പോകുന്നത് അവിടെയൊക്കെ. മക്കള് 2 മീൻ കിട്ടിയിട്ടാണ് ഓപ്പളും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 2 കിട്ടി എന്നൊക്കെ ഉള്ളതായി. ഞായറാഴ്ച മക്തൂം ബ്രിഡ്ജിൻ്റെ അവിടെ വേറൊരു വൈബാണ് കേട്ടോ. ഇത് മറ്റേ സൈഡാണ്. ആ സൈഡിൽ തീരെ സൈഡിലായിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു. ഇവിടെ തന്നെ അവസ്ഥ. ഇവിടെ നമ്മളെ മല്ലുകളൊക്കെ ഉണ്ട് കുറേ. ഒരു ഫെറി അത് വരും. ഇതാണ് മക്തൂം ബ്രിഡ്ജ്. ഇവിടെയാണ് ഞങ്ങളെ ഞായറാഴ്ചത്തെ പരിപാടി. ഫിലിപ്പീനികളും മലയാളികളും ഇന്ത്യക്കാരും എല്ലാം ഉണ്ടാവും. അത് വരും ഒരു അടിപൊളി മെട്രോ പോലെ തോന്നിക്കുന്ന ഫെറി. നമ്മളെ നാട്ടിലെ വാട്ടർ മെട്രോ അതേപോലത്തെ സംഭവം. ഇതിൻ്റെയൊക്കെ ഒരു കോപ്പിയാണ് നാട്ടിലെ വാട്ടർ മെട്രോ. ഇത് മെട്രോ കൊണ്ട് അതേപോലെ തന്നെ. ഇതിന് പറയാം ഫെറി എന്നാണ്. കിട്ടി മക്കളെ, കിട്ടി. അടുത്ത കിട്ടി. മോനെ, അപ്പോൾ ഇന്നൊക്കെയുള്ള മീൻ കിട്ടിയാണ് ഞാൻ പോകുന്നത് മക്കളെ. ഞാൻ അവിടെയാണ് മീൻ പിടിച്ചിട്ട്. ഇപ്പോൾ മക്തൂം ബ്രിഡ്ജിൻ്റെ മുകളിലാണ് പോകും. അവിടെയൊക്കെ ആളുകൾ പിടിക്കണം. കുറേ ആളുകൾ ഇവിടെയും പിടിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇവിടെയും പിടിക്കലുണ്ട് കേട്ടോ, അവിടെയും പിടിക്കുന്നുണ്ട്. പെണ്ണുങ്ങളൊക്കെയാണ് മീൻ പിടിക്കുന്നത്. ഇതൊക്കെ ഒരു രസമാണ്. ഇവിടെയാണ് ഈ ബ്രിഡ്ജ് പൊന്തും രാത്രിയായി കഴിഞ്ഞാൽ. ഈ പാലത ഇങ്ങനെയാണ് പൊന്തും. അപ്പോൾ ഈ ഇതിൽ കൂടി ഇങ്ങനെ ബോട്ടിലേക്ക് പോകാം. ബോട്ടുകൾക്കും കപ്പലുകൾക്കും അങ്ങനെ പോകാം. എന്താ അൽ മക്തൂം ബ്രിഡ്ജ്. എത്രയോ ഒരു ബോട്ടുകൾ ഉണ്ടാകും. ദുബായൊക്കെ ഇപ്പോൾ യൂറോപ്പ്